ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഒരു അടിപൊളി ഒരു പാഠഭാഗമാണ്. ഒരു പാരറ്റിൻ്റെയും അതിൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ കഥ പറയുന്ന ഒരു അടിപൊളി ഒരു പാഠഭാഗമാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? മക്കളെ നോക്കിക്കേ, പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. ഇവിടെ നോക്കിക്കേ, ആയിരിക്കുന്നത് എന്താണെന്നറിയാവോ? എന്താ? ഒരു പാരറ്റാണ് ഇല്ലയോ? ആ പാരറ്റിൻ്റെ പേരാണ് പോളി. അവൾ എന്ത് ചെയ്യുകയാ? അവൾ നോക്കിക്കേ, അവിടെ കുട്ടികൾക്ക് വേണ്ടി, അവിടെ ചിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അവിടെ ഇല്ലയോ? നോക്കിക്കേ, നിങ്ങൾ കണ്ടോ? അവിടെ 3 eggs ഇരിക്കുന്നത് കണ്ടോ? ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 കണ്ടോ? ആ ഒരു പാരറ്റ് ആ 3 മുട്ടകളുടെ ചെവിട്ടിലായിട്ട് ഇരിക്കുകയാണ് ഇല്ലയോ? എന്തിനു വേണ്ടിയാ? അവൾ വെയിറ്റ് ചെയ്യുകയാണ് ഇല്ലയോ? അവളുടെ കുട്ടികൾക്ക് വേണ്ടി, ചിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ ഇരുന്ന് കേട്ടോ. പക്ഷികൾ മുട്ടയ്ക്ക് അടയിരിക്കുന്നത് കണ്ടിട്ടില്ലയോ? കോഴി മുട്ടയിട്ടിട്ട് മുട്ടയുടെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലയോ? എന്തിനു വേണ്ടിയാ? ആ മുട്ട വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞ് പുറത്ത് വരാൻ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, പോളി എന്നിട്ട് എക്സിൻ്റെ പുറത്ത് കയറിയിരുന്ന് അങ്ങനെ മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണേ. അപ്പോൾ അവൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. എന്താ അവളുടെ ചിന്തകൾ? നോക്കിക്കേ, വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എപ്പോഴാണ് എൻ്റെ കുട്ടികൾ പുറത്ത് വരിക? എനിക്ക് കുട്ടികളെ കണ്ടോളാഞ്ഞ് വയ്യ ഇല്ലയോ? അവൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇല്ലയോ? കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അവൾ എന്തിനെങ്കിലും ചിന്തിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്ത് വരിക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, പോളിയുടെ കുറച്ച് ഫ്രണ്ട്സാണെന്ന് തോന്നില്ലേ? കുറച്ച് ആളുകൾ ഇതേണ്ട അവിടെ ഇപ്പോൾ ഉണ്ട്. ആരൊക്കെയാ അത്? എലിഫൻ്റ് ഉണ്ട്, ഡക്കുണ്ട്, റാബിറ്റ് ഉണ്ട് ഇല്ലയോ? ആ എലിഫൻറ്റിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഡക്കും റാബിറ്റും ഒക്കെ ഇരിക്കുകയാണ്. പോളിയുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർ പോളിയുടെ ഫ്രണ്ട്സാണോ അതോ നെയ്ബേഴ്സാണോ? ആരാ? നമുക്ക് നോക്കാം. നോക്കിക്കേ, പോളി ആർ ദ ചിക്സ് ഔട്ട്? വേണ്ട, ആ പോളിയുടെ ഫ്രണ്ട്സാണ് അവരില്ലയോ? അവർ ചോദിക്കുകയാണ്, പോളി നിൻ്റെ കുട്ടികൾ പുറത്ത് വന്നോ? അപ്പോൾ പോളി എന്താ മറുപടി പറയുന്നത്? നോ ഐ ആം വെയിറ്റിംഗ്. എന്ത് പറയും? നോ ഐ ആം വെയിറ്റിംഗ്. ഇല്ലില്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പോളി അവിടെ ഫ്രണ്ട്സിന് മറുപടി കൊടുക്കും. ആരൊക്കെയാണ് അവിടെ ഫ്രണ്ട്സ്? എലിഫൻ്റ് ഉണ്ട്, ഡക്കുണ്ട്, റാബിറ്റ് ഉണ്ട് ഇല്ലയോ? അവരെന്താ ചോദിക്കുന്നത്? പോളി ആർ ദ ചിക്സ് ഔട്ട്? പോളി ആർ ദ ചിക്സ് ഔട്ട്? നിൻ്റെ കുട്ടികൾ പുറത്ത് വന്നോ എന്ന് ചോദിക്കുമ്പോൾ പോളി എന്ത് പറയും? നോ ഐ ആം വെയിറ്റിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്, വന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, ഇവിടെ കുറേ മുട്ടകൾ കൊടുത്തിട്ടുണ്ട് ഇല്ലയോ? ഇത് പോളിയുടെ മുട്ടകളാണ് കേട്ടോ. നോക്കിക്കേ, നമുക്ക് വായിക്കാം. ദീസ് ആർ പോളീസ് എഗ്സ്. ദീസ് ആർ പോളീസ് എഗ്സ്. ഇത് പോളിയുടെ മുട്ടകളാകുന്നു. ഇതെന്താണ്? പോളിയുടെ മുട്ടകളാകുന്നു. ദീസ് ആർ പോളീസ് എഗ്സ്. ഇത് പോളിയുടെ മുട്ടകളാകുന്നു ഇല്ലയോ? എത്ര എണ്ണം ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 ഇല്ലയോ? 3 മുട്ടകളുണ്ട്. ദീസ് ആർ പോളീസ് എഗ്സ്. ഇനി അടുത്ത നോക്കിയേ, അതിൻ്റെ താഴത്തെ പടത്തിൽ നോക്കിയേ, പോളിയുടെ ഒരു എഗ്ഗ് പുറത്ത് വന്നു ഇല്ലയോ? അപ്പോൾ എന്താണ് ആ ചിക്ക് പറയുന്നത്? ഐ ആം ഔട്ട്. ഞാൻ പുറത്ത് വന്നു എന്ന് അവൻ വന്ന ഉടനെ പറഞ്ഞു ഇല്ലയോ? നോക്കിക്കേ, ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫസ്റ്റ്, ആദ്യത്തെ കുഞ്ഞു പാരറ്റ്, ലിറ്റിൽ പാരറ്റ് പുറത്ത് വന്നു. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട് ഇല്ലയോ? നോക്കിയേ, വന്ന ഉടനെ അവൻ എന്താ പറഞ്ഞത്? ആം ഔട്ട്, ആം ഔട്ട്, ഞാൻ പുറത്ത് വന്നു എന്ന് പറയുന്നു. അടുത്ത നോക്കിയേ, ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ ആളും പുറത്ത് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നായിരുന്നു. സെക്കൻഡ് അപ്പോൾ എന്താണ്? രണ്ടാമത്. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ്സ്, രണ്ടാമത്തെ പാരറ്റും വെളിയിൽ വന്നു. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ, ദ തേർഡ് ലിറ്റിൽ പാരറ്റ്സ് കംസ് ഔട്ട് നൗ there are 3 parrots. നോക്കിക്കേ, 3 പാരറ്റുകളും
പുറത്തു വന്നു. അപ്പോൾ there are 3 parrots ഇല്ലയോ? അപ്പോൾ ഇവിടെ എത്ര പാരറ്റ്സ് ഉണ്ട്? 3 പാരറ്റ്സ് ഉണ്ട്. The third little parrots come out. മൂന്നാമത്തെ പാരറ്റ് പുറത്ത് വന്നപ്പോൾ അവൻ എന്ത് പറഞ്ഞു? I am out too. ഞാനും പുറത്ത് വന്നു. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്ന് വെച്ചാൽ രണ്ടാമത്, തേർഡ് എന്ന് വെച്ചാൽ മൂന്നാമത്. അപ്പോൾ ഇപ്പോൾ now there are 3 parrots. ഇപ്പോൾ എത്ര പാരറ്റ്സ് ഉണ്ട്? അപ്പം ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3. അതാണ് പറഞ്ഞത് now there are 3 parrots. ഇപ്പോൾ 3 പാരറ്റ്സ് ഉണ്ട്. അപ്പം നോക്കിയേ, അതിൻ്റെ താഴെയായിട്ടൊരു കുഞ്ഞു കവിത ഉണ്ടല്ലോ, ഒന്ന് വായിക്കാം. One little parrot comes out first. The second little parrots come out next. The 3 little parrots open their eyes. നോക്കിയേ, one little parrot comes out first. ആദ്യത്തെ കുഞ്ഞു പാരറ്റ് പുറത്തു വന്നു. The second little parrot comes out next. അടുത്ത പാരറ്റും എന്താണ്, വെളിയിലേക്ക് വന്നു. The 3 little parrots opened their eyes. മൂന്നാമത്തെ കുഞ്ഞോ കണ്ണൊക്കെ തുറന്ന് വന്നു എന്ന് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പാടാം നമുക്ക്. One little parrot comes out first. The second little parrot comes out next. The 3 little parrots open their eyes. One little parrot comes out first. The second little parrot comes out next. The third little parrots open their eyes. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പാഠത്തിൻ്റെ പാർട്ട് 2 ആയിട്ട് വേറെ വീഡിയോ ടീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ മക്കളും ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ടീച്ചർ ട്യൂഷൻ ക്ലാസ്സുകളും പഠന പ്രയാസമുള്ള കുട്ടികൾ റെമഡി ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ടീച്ചറിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്.